ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും മുതിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ UK ILRമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയില്ല കേട്ടോ. അതായത് ILRമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ILR കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് UK ILR 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലോട്ട് മാറ്റും അല്ലെങ്കിൽ 10 വർഷമാക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, നിർദ്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനെതിരെ പല രീതിയിലുള്ള പെറ്റീഷൻ അങ്ങനെ തുടങ്ങി ഡിബേറ്റ് തുടങ്ങി പല കാര്യങ്ങളും പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ മലയാളി അസോസിയേഷനുകളും എല്ലാം ചേർന്ന് നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പുതിയൊരു അപ്ഡേറ്റ് എന്താ വെച്ചെങ്കിൽ UK പാർലമെൻറ്റിൽ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെയും ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റി, അതാണ് ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റി, ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നിശിതമായിട്ടുള്ള വിമർശനങ്ങളാണ് ഷബാന മുഹമ്മദിനും ലേബർ ഗവൺമെൻറ്റിനും ഉണ്ടായിട്ടുള്ളത്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, അതായത് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുകയാണ്, ചിലത് 30 വർഷം വരെയും ഘട്ടം ഘട്ടമായിട്ട് ഏൺഡ് സെറ്റിൽമെൻറ്റ് എന്ന രീതിയിലാണ് ഒരു മാറ്റം അവർ പറയുന്നത്. അതായത് ഓരോ ക്രൈറ്റീരിയയ്ക്കും ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസ ആവട്ടെ, താഴേക്കടയിലുള്ള ഓരോ വിസത്തിനും ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് അത് 5, 10 അങ്ങനെ 30 വർഷം വരേക്കും ഏൺഡ് സെറ്റിൽമെൻറ്റ് എന്നൊരു മാർഗ്ഗമാണ്, എന്നൊരു രീതിയാണ് ഷബാന മുഹമ്മദ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ കെയർ UKയുടെ ഭാവിയിൽ UKയുടെ സോഷ്യൽ കെയർ മേഖലയിൽ വലിയ രീതിയിലുള്ള തകർച്ചയാണ് സംഭവിക്കാൻ സാധ്യത. കാരണം എന്താണ്, UKയിലുള്ള ആൾക്കാർ, ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലാൻഡിൽ നമ്മുടെ UKയിലുള്ള ആൾക്കാർ ഒരിക്കലും കെയർ വിസകൾ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കെയർ മേഖലയിലൊക്കെ ഇത്തരം നിയമങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UKയിൽ സോഷ്യൽ കെയർ മേഖല സ്തംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നിങ്ങൾ ഇനീഷ്യലായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ അസസ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഈ ഒരു കമ്മിറ്റി ചോദിക്കുകയുണ്ടായി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതേപോലെ തന്നെ ഈ കമ്മിറ്റി പറയുന്നത് വർഷങ്ങളായിട്ട് UKയിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമം വിശ്വസിച്ച് ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് ഇത്തരം രീതിയിലുള്ള ഒരു പെട്ടെന്ന് ഈ പാലം മരിക്കുന്ന പോലെ പകുതിക്ക് വെച്ച് നിയമം മാറിയാൽ അത് അനീതിയാണ് എന്ന് ഈ കമ്മിറ്റി പറയുന്നുണ്ട്, വിശ്വാസ വഞ്ചനയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് പലപ്പോഴായിട്ട് പല നേതാക്കന്മാരും, പ്രതിപക്ഷ നേതാക്കന്മാരും അതേപോലെ ഈ ഒരു ILRനെ എതിർക്കുന്ന, ILRലെ പുതിയ നടപടിക്രമങ്ങളെ എതിർക്കുന്ന പല ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ കമ്മിറ്റിയും ആവർത്തിച്ചിരിക്കുന്നത്. അതായത് UKയിൽ ഇങ്ങനെയാണ്, 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ILR ലഭിക്കും എന്നുള്ള ഒരു നിയമമുണ്ട് എന്ന് വിശ്വസിച്ച് ഉറ്റവരെയും ഉടയവരെയൊക്കെ വിട്ടിട്ട് പല ഇങ്ങോട്ട് UKയിലോട്ട് മാറി താമസിച്ച പല ആൾക്കാരോടും ചെയ്യുന്ന ഒരു വിശ്വാസ വഞ്ചനയാണ് ഇത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് മുൻപ് ഒരു UKയിലെ ഒരു MP പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, MP പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ഫുട്ബോൾ കളിക്കുകയാണെന്നിരിക്കെ പെട്ടെന്ന് ബോൾ അടിക്കാൻ നേരത്ത് ആ ഗോൾ പോസ്റ്റ് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെയാണ് ഈ ഒരു ILR നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്നാണ് ആ MP പാർലമെൻറ്റിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതാണ് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഷബാന മുഹമ്മദിന് യാതൊരു രീതിയിലുള്ള റിപ്ലൈയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലേബർ ഗവൺമെൻറ് പ്രധാനമന്ത്രി ഇപ്പോൾ കീർ സ്റ്റാമർ രാജിവെക്കുകയോട് ചെയ്തതോടെ കൂടുതൽ സമ്മർദ്ദത്തിലായി ഷബാന എന്നതിനെ പറയാൻ വേണ്ടി സാധിക്കും. ഇനി പുതിയ PM ആയിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നതിന് കൺഫ്യൂഷൻ തന്നെയാണ്. ആൻഡി ബെൻഹാം ആയിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം തന്നെ സോഷ്യൽ കെയർ മേഖലയൊക്കെ നല്ല രീതിയിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട് എന്നും കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ നിയമം നിലവരികയാണെങ്കിൽ ഷോർട്ടേജിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ മുൻകൂട്ടി എടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുകയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഈ ഒരു 10 വർഷത്തേക്കുള്ള ILRൻ്റെ ഒരു ഏഡ് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു ആശയം നടപ്പിലാക്കില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അതിനെതിരെയുള്ളൊരു നടപടിക്രമം എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് സ്വാഗതാർഹമാണ് എന്ന് മാത്രമേ ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ILR 10 വർഷത്തിനെ പ്രതികൂലിക്കുന്ന ആൾക്കാർ, അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതല്ലാതെ ഒരിക്കലും ഈ ഒരു നിർദ്ദേശം വന്നു, ഇങ്ങനെ ഒരു കമ്മിറ്റി ഗവൺമെൻറ്റിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇത്തരം കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഗവൺമെൻറ്റിനെതിരെ, ഇത്തരം നിയമങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ILRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റിയ അവസരങ്ങളിലെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് UK മലയാളികൾക്കും സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കും PSW വിസയിലേക്കുള്ളവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ILRുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളുമായി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തായാലും സ്വാഗതാർഹം തന്നെയാണ്, സന്തോഷകരമായിട്ടൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്.
ഇതേപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് വീണ്ടും ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല, കാരണം ഒരുപാട് തവണ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് പാർലമെൻറ്റ് പെറ്റീഷനൊക്കെ അതുമായി ബന്ധപ്പെട്ട് 3-4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുന്നതിനെയുള്ള പെറ്റീഷനിൽ ഒപ്പിട്ടിട്ട് അത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് നിയമങ്ങളിൽ റിവോക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ചർച്ചകളടക്കം ഡിബേറ്റ് അടക്കം നടന്നു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ. എല്ലാം അനുകൂലമായി തന്നെയാണ് ഉള്ളത്. എങ്കിൽ കൂടി നിയമം ഇതുവരേക്കും പിൻവലിച്ചിട്ടില്ല. നിയമമല്ല, ഈ നിർദ്ദേശം പിൻവലിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് താനും. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയുണ്ടായി. അപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ അനുകൂലമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അത് നടപ്പിൽപ്പെടുത്താൻ സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.